ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പം രാവിലെ ലിറ്റിൽ ഇന്ത്യ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് ഹോട്ടലിൽ വന്ന് അങ്ങനെ നമ്മൾ സെൻറ്റോസ ഐലൻഡിലോട്ട് പോവാണ്. ഇന്ന് നമ്മുടെ 2ാം ദിവസമാണ് സിംഗപ്പൂരിൽ. എല്ലാവർക്കും നമ്മുടെ സിംഗപ്പൂർ യാത്രയിലെ 2ാം ദിവസത്തിലോട്ട് സ്വാഗതം. ഇവിടെ അടുത്ത് തന്നെയാണ് സ്റ്റേഷൻ, മെട്രോ. നമ്മൾ നേരെ ലാവൻഡർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ലാവൻഡർ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇനിയും ഇവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ. റോഡ് ട്രാൻസ്പോർട്ട് ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും ബസ് കാണാം. സിറ്റി മുഴുവൻ കവർ ചെയ്ത് ബസ്സുണ്ട്. നമുക്ക് മെട്രോ യൂസ് ചെയ്യുന്ന അതേ കാർഡ് ഉപയോഗിച്ച് ഇവിടെ യൂസ് ചെയ്യാം. $1.2 ആണ് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റേ ഡെസ്റ്റിനേഷനിൽ പോകുന്ന പ്രൈസ്. രാവിലെ 9:30 മണി കഴിഞ്ഞു. പക്ഷേ ഭയങ്കര ഒരു ഇരുളടഞ്ഞ് കിടക്കുകയാണ്. മഴയുടെ ആ ഒരു ഡേ ആണ് ഇന്ന്. നമ്മൾ ലാവൻഡർ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ, ആ സെയിം സ്റ്റേഷനിൽ തിരികെ എത്തി. ജോലിബീൻ എന്ന് പറഞ്ഞിട്ടൊരു ഔട്ട്ലെറ്റ്. നമ്മൾ ടിക്കറ്റ് വന്നിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. സിംഗപ്പൂർ മെട്രോ. സിംഗപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ നോർമലി ടാക്സി ഫെയർ എന്ന് പറയുന്ന ഗ്രാബ് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടാണ്. ഒരു $10 മുതൽ അങ്ങനെ $30-40 വരെ വരും ഓവറോൾ നമ്മളിങ്ങനെ ഓരോ ഡെസ്റ്റിനേഷൻ കവർ ചെയ്യാൻ. പിന്നെ മെട്രോ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം കാർഡ് എടുക്കുമ്പോൾ ഒരു $5 കട്ടാവും. ഇപ്പോൾ $10 വെച്ചിട്ടൊരു കാർഡ് എടുത്താൽ $5 കട്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓരോ സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴും $2.5 വെച്ച് കട്ടാവും. അപ്പം ഓരോ ഡെസ്റ്റിനേഷനും $2.5 ആണെന്നാണ് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുക. അത്യാവശ്യം ട്രാവലിങ് ഒരു മിഡിൽ അപ്പർ കോസ്റ്റ് വരും. പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ സിംഗപ്പൂർ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് സിറ്റി ആയതുകൊണ്ട് തന്നെ ഹോട്ടൽസ് ആണെങ്കിലും സാധാരണ സൗത്ത് ഈസ്റ്റ് ഏഷ്യയെക്കാളും കൂടുതൽ റൂം താരിഫ് വരും. ഇപ്പം നല്ല ഇപ്പം 5 സ്റ്റാർ ഹോട്ടലൊക്കെ ആണെന്നുണ്ടെങ്കിൽ $300 വരെ വരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാവൻഡർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിവിടുന്ന് നേരെ ബുഗ്രീസിൽ ഇറങ്ങി അവിടുന്ന് വന്ന് അടുത്ത ഇത് വെച്ച് ലിറ്റിൽ ഇന്ത്യയിലെത്തും. ലിറ്റിൽ ഇന്ത്യയിൽ നിന്ന് പർപ്പിൾ ലൈൻ എടുത്തിട്ട് നേരെ താഴോട്ട് പോയി ഇവിടെ എത്തും. ഹാർബർ ഫ്രണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ റൂട്ട്, ഇപ്പോഴത്തെ റൂട്ട്. ലാവൻഡർ ബുഗീസിലിറങ്ങും. നമ്മളങ്ങനെ ബുഗീസിലിറങ്ങി ബുക്കിറ്റ് പഞ്ചാങ്. നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ നേരെ ബ്ലൂ ലൈനിലോട്ട് പോകുന്നു. പോകുമ്പോൾ ഒരു ലൈൻ വെച്ച് തന്നെ പോകണം. മറ്റേ ലൈൻ ഒഴിവൊക്കെ ഇടണം. സ്പീഡിൽ പോകേണ്ടവർക്ക് പോകാൻ വളരെ നിഷ്ഠയോടുകൂടി ഡിസിപ്ലിൻ പാലിച്ചാണ് സിംഗപ്പൂർ ജനത യാത്ര ചെയ്യുന്നത്. മെട്രോയിൽ തമിഴ് വിളിച്ച് പറയുന്നു. ബൂഗീസ് അതാണ് തമിഴിൽ എഴുതിയിരിക്കുന്നത്. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബുക്കിറ്റ് പഞ്ചാങ് ആണ്. 1 മിനിറ്റ് വരും വണ്ടി. റോച്ചർ, ലിറ്റിൽ ഇന്ത്യ. ശരിക്കും ലിറ്റിൽ ഇന്ത്യയിൽ നമ്മൾ ഇറങ്ങണം. ലിറ്റിൽ ഇന്ത്യ ഇറങ്ങിയിട്ട് അവിടെ പർപ്പിളെ കയറണം. ഇങ്ങനെ ഒരു സീറ്റ് എപ്പോഴും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോ യുവർ കെയർ ഓഫർ ദി സീറ്റ് എന്ന് പറഞ്ഞിട്ട്. മെട്രോ ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. സ്റ്റേഷൻ്റെ പേര് റോച്ചോർ എന്നാണ്. റോച്ചോർ. ലിറ്റിൽ ഇന്ത്യ എന്ന സ്റ്റേഷനിൽ വന്നു. ഇന്ത്യയിൽ നിന്ന് നേരെ ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കുകയാണ്. ഇവിടെയൊക്കെ ക്രൗഡുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇപ്പം തിരക്കായി തുടങ്ങി. നമ്മൾ പർപ്പിൾ ലൈനിൽ കയറുക. അവിടെ നിന്ന് പോകാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവരിത് സെറ്റ് ചെയ്തതാണ്. അപ്പം അന്നേ ഇത്രയും
അടിപൊളി പ്ലാനിൽ ഇവരിത് സെറ്റ് ചെയ്യുമെന്ന് പറയുമ്പം സിംഗപ്പൂർ എത്രയോ മുന്നിലാണ് മറ്റ് രാജ്യങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ. നമ്മൾ ഹാർബർ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത്. പർപ്പിൾ ലൈൻ എടുത്തിട്ട് ഹാർബർ ഫ്രണ്ട് ഈ ഒരു മെട്രോയിലായിരിക്കണം കയറേണ്ടത്. ിൻ്റെ മെട്രോ പിടിക്കാൻ ഇവിടെ വന്ന് നിൽക്കുക. ഒരു 3 മിനിറ്റിൽ മെട്രോ എത്തും, ട്രെയിൻ എത്തും. നമ്മളുടെ ട്രെയിൻ എത്തി. വരുമ്പോൾ ഹാൻഡിൽ പോലും പർപ്പിളാണ്. സ്റ്റോപ്പ് എന്ന് പറയുന്നത് ധോബി ഘോട്ട്. അത് കഴിഞ്ഞ് 1, 2, 3, 4 സ്റ്റോപ്പാണ് നമ്മുടെ ഹാർബർ ഫ്രണ്ടിൽ പോകാൻ. ഒരു അമ്മൂമ്മ ഇരിപ്പുണ്ട്. എങ്ങനെ കളിച്ചാൽ ഒരു 80 വയസ്സുണ്ട്. വളരെ കൂളായിട്ടാണ് മെട്രോയിൽ കൂടെ സഞ്ചരിക്കുന്നത്. ഇവിടെ പ്രായമായവർ വളരെ കൂളായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. ശരിക്കും കഴിഞ്ഞാൽ അങ്ങനെയല്ല വേണ്ടത്. അവിടെ ഒരു അമ്മൂമ്മ ഉറങ്ങിയിരിപ്പുണ്ട്. ആ അമ്മൂമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്. അപ്പം ഇവിടുത്തെ ഒരു രീതി വെച്ചിട്ട് പ്രായം ഒരു വിഷയമേ അല്ല. നമ്മുടെ നാട്ടിലാണ് 60 വയസ്സ് കഴിഞ്ഞാണ് കളവനായി അല്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ എന്നൊക്കെയുള്ള വിഷയം വരുന്നത്. ഈ വികസിത രാജ്യങ്ങളിലെ മനുഷ്യർ തന്നെ വേറൊരു ലെവലിലോട്ടങ്ങ് മാറുക. അത്യാവശ്യം ഫുള്ളാണ്. അടുത്ത സ്റ്റേഷനാണ് ക്ലാർക്കെ ക്വേ. അല്ലേ, ഞാൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഒരു അമ്മൂമ്മയെ കാണിച്ചിട്ട്, അതുപോലെ വേറൊരു അമ്മൂമ്മ ഇപ്പം വന്ന് കയറി. എങ്ങനെ കളിച്ചാൽ ഈ അമ്മൂമ്മയ്ക്ക് ഒരു 75 വയസ്സിന് മേളിൽ പ്രായം കാണും, 85 വയസ്സ് കാണും. പക്ഷെ എത്ര കൂളായിട്ടാണെന്നറിയാം അവർ യാത്ര ചെയ്യുന്നത്. ശരിക്കും ഇവരെ സമ്മതിക്കണം. ഇതുപോലെ പ്രായമായ ഒരു അമ്മൂമ്മ കൂളായിട്ടാണ് മെട്രോയിൽ കൂടെ യാത്ര ചെയ്യുന്നത്. അടിപൊളി. തിരിച്ചു വരുമ്പോൾ ഇറങ്ങും. ഇവിടെയാണ് ചൈന ടൗൺ ഉള്ളത്. നമ്മളങ്ങനെ അടുത്ത ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി. ഹാർബർ ഫ്രണ്ട്. അത്യാവശ്യം തിരക്കുണ്ട്. എല്ലാവരും ക്യൂവിലാണ് പോകുന്നത്. നമ്മളങ്ങനെ എക്സിറ്റ് എടുക്കാൻ പോവാണ്. പോയത് 1.66 പോയുള്ളൂ. ഇപ്പോൾ നമ്മളിതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോൾ കണ്ട ഇവിടുത്തെ ബ്രാൻഡാണോ ഇത്? ഇതിനു മുമ്പ് ഞാൻ കേൾക്കാത്തൊരു ബ്രാൻഡാണ് ബാൻകോ. ലേഡീസ് ബാഗൊക്കെ ഉള്ളൊരു ബ്രാൻഡ്. റെയ്ബൺ പിന്നെ എല്ലായിടത്തും ഉണ്ട്, അഡിഡാസും ഒക്കെ ഉണ്ട്. മെട്രോയുടെ ഇത് വന്നിട്ടൊരു ഒരു കോംപ്ലക്സിലോട്ടാണ് വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇതേ 3rd ഫ്ലോറിൽ വരുമ്പോഴത്തേക്കും ഇവിടെ വേറെ സംഭവങ്ങളാണ്. അപ്പോൾ അടിപൊളി എല്ലാം ഉണ്ട് ഇവിടെ. പ്രാഡ ബ്രാൻഡ് ഔട്ട്ലെറ്റുകളും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. പോളോ ഉണ്ട്, ചാനലുണ്ട്, ടിം ഹോട്ടൻ, അടിപൊളി. സവോസ്കി, സൂപ്പർ. H&M. മെട്രോ സ്റ്റേഷൻ വന്ന് നിർത്തിയിരിക്കുന്ന ഈ ഒരു ബിൽഡിങ് ഒരു അടിപൊളി ഒരു മോളാണ്. ഷോപ്പിംഗ്. 3ാമത്തെ ഫ്ലോറിൽ വന്നപ്പോഴത്തേക്കും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഇവിടെ ഉണ്ടെന്ന്. ഒരു ജങ്കി സുഷി കണ്ടു. കൊള്ളാം. ഒരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും ട്രാവൽ ചെയ്യുമ്പം 2-3 ദിവസം ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് നിന്നുള്ളതിലും നമ്മളുടെ യാത്ര ഒരു അനുഭവമായിരിക്കും. വളരെ നോളജബിളായിട്ട് രീതിയിൽ നമ്മൾ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് തിരികെ പോകും. ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്നും അത്ര അറിയാൻ പറ്റില്ല. ജസ്റ്റ് എല്ലാം കണ്ടങ്ങ് പോകാമെന്നല്ലാതെ. ഭയങ്കര മഴയാണല്ലോ, എന്താ ചെയ്യുക? നമ്മൾ ഹാർബർ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഉള്ളത്. മോനെ, ഇതൊരു ലോകമാടെ. ഇതെന്തോന്ന് സെറ്റപ്പ് സംഭവങ്ങൾ. ഫുഡ് കോർട്ട് പോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് നല്ല കിടിലൻ ചിക്കനൊക്കെ കിടക്കുന്നുണ്ടോ. ന്യൂ ഹോങ്കോങ് റോസ്റ്റ്. ഇതൊക്കെ നമുക്ക് അത്ര അങ്ങോട്ട് പിടിക്കണമെന്നില്ല, അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും. മഷ്റൂംസ് അടിപൊളി. ജ്യൂസൊക്കെ അടിച്ച് കിട്ടും ഇവിടെ. ഓ,
ഒരു പപ്പായയുടെ വലിപ്പം കണ്ടോ? വോ, ഞാൻ പോകുന്നത് സെൻറ്റോസ. അതിൻ്റെ ടിക്കറ്റിംഗ് കൗണ്ടർ. അത് സെൻറ്റോസ എക്സ്പ്രസ്. നമ്മൾ അടുത്ത ട്രെയിൻ പിടിക്കുകയാണ്. സെൻറ്റോസ എക്സ്പ്രസ്. $4 ഒരാൾക്ക് ഇതിൽ പോകുന്നതിന്. നമ്മൾ അങ്ങനെ ഇതിനുള്ളിലോട്ട് കയറി. നമ്മളിപ്പോൾ പോകുന്നത് സെൻറ്റോസ ഐലൻഡിലോട്ടാണ്. സെൻറ്റോസ ഐലൻഡിൻ്റെ മോണോറെയിലാണ് ഈ ഇപ്പം നമ്മൾ കയറി നിൽക്കുന്ന ഈ പ്ലേസ്. സിംഗപ്പൂരിൽ വന്നു കഴിഞ്ഞാൽ പോകേണ്ട ഒരു ഐക്കോണിക് പ്ലേസാണ് വേൾഡ് സെൻറ്റോസ. ഇവിടെ എന്തൊക്കെയുള്ളത് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. സെൻറ്റോസ ഐലൻഡിനെ പറ്റി മനസ്സിലാക്കിയത് ഇത് ഏതാണ്ട് ഒരു 50 വർഷം മുമ്പ് ഫോം ചെയ്ത ഒരു പ്ലേസാണ്. ഇതിൻ്റെ ഓണിങ് എല്ലാം ഗവൺമെൻറ് ഓഫ് സിംഗപ്പൂരിൻ്റെ അണ്ടറിലുള്ള ഒരു സംഭവമാണിത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അത് രാജ്യത്തിന് എത്ര വളർച്ച ഉണ്ടാവും എന്നൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐലൻഡാണ്. ടൂറിസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവർ ഇതിനകത്ത് കാണുന്നത്. ഈ ഐലൻഡിൽ വെച്ചാണ് നമ്മളുടെ US പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ നോർത്ത് കൊറിയൻ പ്രസിഡൻറ്റ് ഒരു കിം ജോങ് അങ്ങനൊരു ആളില്ലേ, അദ്ദേഹമായിട്ട് ഉള്ളൊരു മീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തത് സിംഗപ്പൂരിലെ ഈ സെൻറ്റോസ ഐലൻഡിലാണ്. ബീച്ച് സ്റ്റേഷൻ, ഇന്ത്യ സ്റ്റേഷൻ, റിസോർട്ട് വേൽ സ്റ്റേഷൻ, വിവോ സിറ്റി സ്റ്റേഷൻ, അങ്ങനെ 4 സ്റ്റോപ്പ് ഇവിടെ ഉള്ള. നമ്മൾ ലാസ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. സ്റ്റേഷനിൽ ഇറങ്ങിയാൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ പോകാൻ പറ്റും. അങ്ങനൊരു സംഭവം തന്നെ. ഭയങ്കര കാറ്റ് അതിൻ്റെ താഴെ പോയി നിന്ന് കറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് കറങ്ങുന്ന, പക്ഷെ മുടിഞ്ഞ പവറാണ്. ഇംബിയ സ്റ്റേഷനാണ്. ഇംബിയ, നോട്ട് ഇന്ത്യ സ്റ്റേഷൻ. ഇംബിയ സ്റ്റേഷൻ. നിൽക്കുന്നത് ബീച്ച് സ്റ്റേഷനിലാണ്. ഇതാണ് ലാസ്റ്റ് സ്റ്റേഷൻ, ബീച്ച് സ്റ്റേഷൻ. കണ്ടില്ല, ഇവിടെ നമ്മൾ ഇറങ്ങി. ഇവിടെ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെ വിളിച്ച് പറഞ്ഞത്. നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു ഐലൻഡും എല്ലാ സംഭവങ്ങളും. ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിംഗപ്പൂരിൻ്റെ വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് സ്പോട്ടാണിത്. ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആദ്യമേ പ്ലാൻ ചെയ്ത് അവരതിനു വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിട്ട് എത്രയോ മുമ്പേ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കിയിരിക്കുന്ന സംഭവങ്ങളായത്. ഇത് ലോകത്ത് തന്നെ സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് സെൻറ്റോസ ഐലൻഡ്. സിംഗപ്പൂർ മെട്രോ കാർഡ്. ഒരു മഴയാണിന്ന്. നമ്മളെ കാലാവസ്ഥ കുറച്ച് ചതിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ മാക്സിമം ഇത് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാമെന്നുള്ളതാണ്. അതുകൊണ്ട് കുടയൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ. അതായത് ഈ ബഹളത്തിനിടയിൽ ഡോണ്ട് ടച്ച്, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് 3 വർഷം വരെ തടവും ഫൈനും ഉണ്ടെന്നുള്ളതാണ്. അത് രണ്ടും കൂടെ കിട്ടും. ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണിഷബിൾ പ്രിസൺ 7 ഇയേഴ്സും പിന്നെ അതിൻ്റെ കൂടെ വേറെ ഫൈനാൻഷ്യൽ ഇതും. പിന്നെ കട്ടെടുത്താൽ തെഫ്റ്റ് 3 വർഷമകത്ത്, പിന്നെ അതുപോലെ തന്നെ ഫൈനും വരും. അപ്പോൾ ഇതെല്ലാം സിംഗപ്പൂരിൻ്റെ പ്രത്യേക നിയമങ്ങളാണ്.
ഇതുപോലത്തെ പബ്ലിക് സ്പേസിൽ വന്നിട്ട് ബഹളം വെക്കുകയും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് കിടക്കും. അതുപോലെ തന്നെ തോണ്ടൽ പരിപാടികളൊക്കെ ചെയ്താൽ 3 വർഷം വരെ അകത്ത് കിടക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലും വരണം, എല്ലായിടത്തും, എല്ലാ പബ്ലിക് സ്പേസിലും ഇത് വരണം. നമ്മുടെ KSRTC ബസ്സിൽ തന്നെ അത് കൊടുക്കണം ആദ്യം. നമ്മുടെ സുന്ദരക്കുട്ടന്മാർ വരുന്നുണ്ടോ? ഹലോ ബസ്സിൽ കയറുക. സെൻറ്റോസ ഐലൻഡിൽ കൂടെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ഇങ്ങനെ കറങ്ങുകയാണ്. ബീച്ച് സൈഡിലോട്ടാണ് പോകുന്നത്. ഒരു സെൻട്രൽ ബീച്ച് ബസാർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, കാണാം. പക്ഷെ മഴയായിപ്പോയി. ഇതിൻ്റെ പുറയിലെല്ലാം പ്രൈവറ്റ് ബീച്ചുകളും മുൻനിരയിലെല്ലാം അടിപൊളി റെസ്റ്റോറൻറ്റും ബാറുകളുമാണ്. ശരിക്കും പറഞ്ഞാൽ മഴയില്ലെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് ഈ സെൻറ്റോസ ഐലൻഡിൽ ഇവർ ക്രമീകരിച്ചിരിക്കുന്നത്. ബിക്നി ബാർ ഉണ്ട് ഇവിടെ, ബിക്നി ബാർ. Bikini Bar, Ola Beach Club, and Go Green Cycle. Have a great day. ഇറങ്ങായിരുന്നു ഇവിടെ, പക്ഷെ മഴയല്ലേ. For Siloso Beach Resort, Ruins Beach Club, Centopia, and Tipsy Unicorn. Hey there! The tram will be leaving shortly. For your safety, please remain seated while the tram is moving. Alight at only designated stops. Thank you for your cooperation. നമ്മൾ സെൻറ്റോസ ഐലൻഡിൽ വരുമ്പോൾ ഇവിടുത്തെ ഓരോ പ്ലേസുകളിലും നമുക്കിപ്പോൾ ഓപ്പൺ ബീച്ചും അവിടെയൊക്കെ ഫ്രീ ആണെങ്കിലും ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ഏരിയസിലൊക്കെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വേണം കയറാൻ. ഓരോ പ്ലേസിലും ഓരോ ടിക്കറ്റ് ഫെയറാണ്. അത് $10 വരാം, $15 വരാം, അങ്ങനെ. ഇപ്പം ബങ്കി ജമ്പിങ് ഉണ്ട്, അവിടെ ഇപ്പം $40 ആയിരിക്കും, അങ്ങനെ. പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ കയറുന്നതിന് അതിൻ്റേതായ രീതിയിലുള്ള അവിടുത്തെ മെനു പ്രൈസ് എടുത്തിട്ടായിരിക്കണം കയറുക. ഇവിടെ ഓരോ ഭാഗത്തും നമുക്ക് മെയിൻ ഡെസ്റ്റിനേഷനെല്ലാം ഇങ്ങനെ ബസ് സ്റ്റേഷൻസ് ഉണ്ട്. അവിടെ എല്ലാം സ്റ്റോപ്പുണ്ട്, അവിടെ ഇറങ്ങാൻ നമുക്ക് ഓരോ ഭാഗങ്ങളിലും പോകാം. ഇതാണ് ബങ്കി ജമ്പിങ്. അതിൻ്റെ മേളിൽ നിന്ന് നമ്മൾ ബങ്കി ജമ്പിങ്ങിൻ്റെ സ്ഥലമാണ് ഇത്. ഇവിടെയും ഉണ്ട് ഇഷ്ടംപോലെ. ബീച്ച് റിസോർട്ടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. There, the tram will be leaving shortly. For your safety. മഴ പെയ്യോ? നമ്മൾ കുറച്ച് മുമ്പേ കണ്ടായിരുന്നു അങ്ങോട്ട് പോയപ്പം ഇവിടെ ആൾക്കാർ നിൽക്കുന്നത്, എന്തോ ഒരു സംഭവത്തിന് പോകാനോ. ഇതാ കേബിൾ കാറാണല്ലോ. ബ്ലൂ സിംഗപ്പൂർ സ്കൈലൈൻ ഉണ്ട്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ തിരികെ ഇവിടെ വന്നു. നമ്മൾ ഇപ്പോൾ പോയത് ഈ ഒരു ഓപ്പൺ വണ്ടിയല്ലേ, ഇനി ഈ ബസ്സിൽ ആണ്. ബിയെ കയറിയാലാണ് എല്ലായിടത്തും കറങ്ങാൻ പറ്റുക. ബി 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 ഐലൻഡിലൂടെ നമ്മൾ ഈ ബസ്സിൽ ഫുൾ കറങ്ങാം. ബി എന്ന് എഴുതിയിരിക്കുന്ന ബസ് കയറിയാൽ സെൻറ്റോസ ഐലൻഡ് മുഴുവൻ നമ്മളിത് കറങ്ങാം. മഴയായതുകൊണ്ട്
ഇതിൽ ഗോൾഫ് കളിക്കുന്ന സംഭവമാണ്. വലിയൊരു ഏരിയ ഉണ്ട്. ഒത്തിരി ഉണ്ട്. ഒരാഴ്ചത്തോളം ഇവിടെ വരാം, വന്നിട്ട് ഇവിടെ കറങ്ങാൻ ഉള്ള സംഭവങ്ങളുണ്ട്. ഇത് W ഹോട്ടലാണ്. W ഹോട്ടൽ ഇവിടുന്നും ഉണ്ട് പിക്കപ്പ്. മഴ കാരണം നമുക്ക് വ്യൂ എല്ലാം വളരെ വളരെ പൂവറായിട്ടൊക്കെ. ഇതും W-ൻ്റെ പ്രോപ്പർട്ടി തന്നെ. ഐലൻഡിൽ 3 days 5 days അങ്ങനെ പാക്കേജ് നമുക്ക് എടുത്തിട്ട് ഇവിടെ തന്നെ ഹോട്ടലിൽ വന്ന് സ്റ്റേ ചെയ്തിട്ട് എൻജോയ് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. ഇഷ്ടം പോലെ ഓരോ ദിവസവും ഓരോ പരിപാടി. ഇതാ കണ്ട പിള്ളേരൊക്കെ ആയിട്ട് വന്ന് ഇവിടെ താമസിക്കുന്നുണ്ട്. താമസിക്കാനുള്ള ഒരു സംഭവം ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. പക്ഷേ എക്സ്പെൻസീവ് ആവും ഇവിടുത്തെ ഹോട്ടൽസിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യണമെങ്കിൽ. ഒരു ദിവസം എങ്ങനെ അടിച്ചാലും $300 $400 $500 $600 കൊടുക്കേണ്ടി വരും മിനിമം, ഏറ്റവും മിനിമം. നമ്മളിപ്പം ഈ ബസ് B നമ്പർ ബസ് എടുത്തിട്ട് നമ്മൾ അതിലൂടെയാണ് ഇതൊക്കെ കറങ്ങി കാണുന്നത്. വില്ലകളും കിട്ടും റെൻ്റ് ഔട്ട് ചെയ്യാൻ. സിംഗപ്പൂർ വന്നാൽ മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. വിസിറ്റ് മാത്രമല്ല, ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതി വരണം. ഒരു 2-3 ദിവസം, ഒരു 5 ദിവസത്തെ പാക്കേജ് സിംഗപ്പൂർ വന്നാൽ ഒരു 3 ദിവസം ഈ പ്ലേസിൽ വന്ന് നിൽക്കുക, ഇവിടെ പോയി വരിക, പിന്നെ 2 ദിവസം മറ്റുള്ള സംഭവങ്ങളെല്ലാം കണ്ട് തിരിച്ചു പോകും. ഒരു 5 ദിവസത്തെ ടൂർ പാക്കേജ് എടുത്ത് വരാൻ പറ്റിയ സ്ഥലമാണ് സിംഗപ്പൂർ. കാണാൻ സംഭവങ്ങളൊക്കെ ഐലൻഡിൻ്റെ ഭാഗമാണ്. ഈ പാർക്കിൻ്റെ ഉൾഭാഗം, ഈ സെൻറ്റോസ പാർക്കിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ ലോക്കൽസ് താമസിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ചില വീടുകളും അങ്ങനെയാണ് തോന്നിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു ഏരിയയിൽ പണ്ട് താമസിക്കുന്നത് ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നുന്നു. അതോ ഇനി ഇതിനകത്ത് തന്നെ പ്ലോട്ട് എടുത്ത് ആൾക്കാർ വീട് വെച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇനി അങ്ങനെ തോന്നിക്കുന്ന രീതിയിലുള്ള 1-2 വീടുകൾ കണ്ടു ഇപ്പം. ഇപ്പം വന്നിരിക്കുന്നത് പലവാൻ ബീച്ച്. അതിൻ്റെ ബസ് സ്റ്റോപ്പിലാണ് വന്നിരിക്കുന്നത്. പലവാൻ ബീച്ച് തന്നെ ഒത്തിരി ഓടാനുണ്ട്. 1-2 മണിക്കൂർ ബസ്സിൽ തന്നെ ഇതിനകത്തൂടെ കിടന്ന് കറങ്ങാനുണ്ടെന്ന് പറയുമ്പോൾ ഓരോ സ്റ്റോപ്പ് ചെയ്ത് പോവാണ്. അതിൻ്റെ അർത്ഥം ഇതൊരു വലിയ ഒരു ഏരിയ തന്നെ ഉണ്ട്. മഴയായത് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭയങ്കര വലിയ അങ്ങനെ നമ്മളിപ്പോൾ വണ്ടിയിൽ തന്നെ ഒരു 1-2-3 മണിക്കൂറായിട്ട് ഇങ്ങനെ ചുറ്റുകയാണ് ഇവിടെ മുഴുവൻ. കണ്ട ഇന്ത്യൻ സ്റ്റേഷനാണ്. കറങ്ങി സെൻറ്റോസ് ഐലൻഡ് മുഴുവൻ മൊത്തം കറങ്ങി തിരിച്ച് സെൻറ്റോസ് ഐലൻഡിൻ്റെ ലോക്കൽ ബസ് സ്റ്റേഷനിലെത്തി. ബസ് എയിൽ കയറി കഴിഞ്ഞാൽ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ കയറി ഇന്ത്യ ലുക്കൗട്ട്, അങ്ങനെ കറങ്ങി സിലോസോ പോയിൻ്റ്, ഓപ്പോസിറ്റ് വില്ലേജ് ഹോട്ടൽ, അങ്ങനെ കറങ്ങി നമ്മൾ ഹമാര സാങ്ച്വറി വില്ലേജ് ഹോട്ടൽ തിരിച്ചിവിടെ എത്തും. നമുക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ എടുക്കാം. $2 ഈച്ച്. ഇന്നേ ഇല്ല.
മഴ കണ്ടിന്യൂ ചെയ്ത് പോവാണ്, മഴ നിൽക്കുന്നേ ഇല്ല. ആകെ നമ്മളെ മഴ ചതിച്ചിരിക്കുക. നമ്മൾ ഇപ്പം സിലോസോ ബീച്ച് ആ ഒരു ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ പോവാം. മഴ ആയതുകൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. ഇവിടെ വന്നിട്ട് മഴ നമ്മളെ വട്ടം കറക്കുക. ഇതുപോലെ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ കിട്ടും. പ്രീമിയം ക്വാളിറ്റി 330 ml പെർ കപ്പ്, $7. നമ്മളിവിടെ ഇപ്പോൾ ഇങ്ങനെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. മഴ ഇങ്ങനെ കണ്ടിന്യൂ പെയ്തുകൊണ്ട് നിൽക്കുന്നു. നോക്കാം, മഴ കുറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മളിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഇതിൽ ബസ്സിൽ പിന്നെ കയറി ഒന്നുകൂടെ ഒന്ന് കറങ്ങാൻ പോവാം. ബസ് എടുത്തിട്ട് അടുത്ത ഒരു സൈഡ് സീൻ കാണാൻ വേണ്ടി പിന്നെ പോവാണ്. ബസ്സിൽ കയറി മഴ ആയതുകൊണ്ട് നമുക്ക് ബസ്സിൽ തന്നെ പോയേ പറ്റൂ, അല്ല വേറെ ഒരു ഓപ്ഷനും ഇല്ല. ഈ ബസ്സുകളെല്ലാം ഈ പാർക്കിനുള്ളിൽ കൂടി കടന്ന് ഓടുന്ന ബസ്സുകളാണ്. നമ്മളെ കൊണ്ടുപോകാൻ ഫ്രീ ആയിട്ട് നമ്മളെ ഷട്ടിലടിക്കുന്ന ബസ്സുകളാണ് ഇതെല്ലാം. സെൻറ്റോസ ഐലൻഡിൽ മോണോറെയിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മോണോറെയിൽ, അതിലാണ് നമ്മളിവിടെ വന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ബസ്സിൽ വേറെ 1-2 റൂട്ടിലോട്ടാണ്. ഫ്രീ ഷട്ടിൽ ബസ്സുകൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ്ലി അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ എങ്ങനെ കളിച്ചു കഴിഞ്ഞാലും ഒരു സീസണിൽ 50,000-നും 1,00,000-നും ഇടയ്ക്ക് ആൾക്കാർ വന്നു പോകുന്നുണ്ട്. കേബിൾ കാറുണ്ട്. കേബിൾ കാറിൽ കയറണമെന്നുണ്ട് $25 പെർ ഹെഡ്. ഇപ്പോൾ പോകുന്നത് ആ കേബിൾ കാറിൻ്റെ ആ സൈഡിലോട്ടാണ്. വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഒരു സൈഡാണ് സെൻറ്റോസ സൗത്ത് സൈഡ്. ഇവിടെയാണ് സ്കൈ വാക്ക് ഉള്ളത്. നമ്മളെ ഈ ബസ് കറങ്ങി ഈ ഒരു ബേസ്മെൻറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കറങ്ങി ഇതാ ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ടിലെത്തി. എന്താണ് ഈ സംഭവം എന്ന് ഇവിടെ ചെന്ന് ഇറങ്ങി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ. ബസ്സിൽ കയറിയതാണ്. ബസ്സിൽ നിന്നാണ് ഇപ്പം നമ്മൾ ഇരിക്കുന്നത്. നോക്കാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലെത്തി. ഈ കാണുന്നൊക്കെ പാർക്കിംഗാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ്. വിഷൻസ് ഓഫ് മാജിക് ക്യാസിനോ. നമ്മളിപ്പോൾ അങ്ങനെ ക്യാസിനോയിലെത്തി. നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമ്മളിപ്പം ഇങ്ങോട്ട് പോവുകയാണ്. എന്താ പറയുക, യൂണിവേഴ്സൽ സ്റ്റുഡിയോ. ഈ ലിഫ്റ്റ് കയറി മേലോട്ട് പോകണം. നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്ന് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സംഭവത്തിൽ വരാം. ഈ മെഷീനിൽ വരാം. ഇവിടെ വന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം എവിടെയൊക്കെയാണ് നമുക്ക് പോകേണ്ടതെന്ന്. എന്നിട്ട് കാർഡ് ഇടുക, ക്യാഷ് പേ ചെയ്യുക, എന്നിട്ട് നേരെ വിട്ടോളുക. ഇതാണ് സിംഗപ്പൂരിലെ പ്രശസ്തമായ യൂണിവേഴ്സൽ സ്റ്റുഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ മുമ്പിലാണ്. മഴ നമ്മളെ കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞില്ലേ ചതിച്ചിരിക്കുകയാണ്. കേബിൾ കാറിൽ പോകണമെന്നുണ്ട്. നോക്കാം. യൂണിവേഴ്സൽ എക്സ്പെൻസ് $110.
അഡൽറ്റിന് $83, ചൈൽഡിന് കാണിക്കുന്നത് ചൈൽഡിന് 4 തൊട്ട് 12 $62. അക്വേറിയത്തിൻ്റെ ടിക്കറ്റ് നോക്കി, പക്ഷേ ഇന്നത്തേക്ക് ടിക്കറ്റ് അവൈലബിൾ അല്ല. $44 ആയിരുന്നു. $33 കാണിച്ച് $44, പക്ഷേ സംഭവം ഇല്ല, ഇന്നത്തേക്കില്ല. മഴയൊക്കെ കാരണമായിരിക്കും, എന്താണെന്നറിയില്ല. ഇതാണ് ഇവിടെ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന സംഭവം. ഇതാണ് സ്റ്റുഡിയോയുടെ എൻട്രൻസ്. അകത്തോട്ട് കയറുന്ന ആ കവാടമാണിത്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ഇതുപോലെ എൻട്രി ആവണം അകത്തോട്ട്. പേയ്മെൻറ്റ് കൊടുക്കുക, നേരെ ഇതിനുള്ളിലോട്ട് കയറുക. ഈ റൈഡിലൊക്കെ കയറാൻ പറ്റുന്നുവെങ്കിൽ കയറിയാൽ ഓക്കെയാണ്. അതിൽ നമ്മൾ $10, $100, $110, $120 കൊടുത്ത് കയറുമല്ലേ. അപ്പം ഡെഫിനറ്റ്ലി ഇതിനകത്തൊക്കെ കയറി പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് കയറിയാൽ ഒന്നിലും റൈഡിലൊന്നും കയറത്തുമില്ല. ജസ്റ്റ് ലൈക്ക് ഒന്ന് അതുവഴിയൊക്കെ കറങ്ങി വരാമെന്നേ പറ്റൂ. പിന്നെ അതുമല്ല ഇന്ന് മഴയാണ്, ആകെപ്പാടെ എല്ലാം ഒരു വലിയ സുഖമില്ല. ുള്ള ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു റെഡ് കാണിച്ചിരിക്കുന്നതൊക്കെ കയറാൻ പറ്റും. യു മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ആസ് ടോൾ ആസ് ദ റെഡ് ലൈൻ ടു റൈഡ് ദ അട്രാക്ഷൻ. ഇവിടെ ലെഗോയുടെ സ്റ്റോർ കാണാം. കുട്ടികളെയും കൊണ്ട് വന്ന മാതാപിതാക്കളാണ് എല്ലാം. യൂണിവേഴ്സൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള സംഭവമാണ്. കണ്ടോ, എല്ലാം കുട്ടികളാണ്. കണ്ടോ, കിഡിലം കാർ. ലെഗോ ഇത് വെച്ച് സെറ്റ് ചെയ്ത് കളിക്കുന്നു. രാവിലെ തുടങ്ങിയിട്ട് ഇതുവരെ തോരുന്നില്ലെന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ വന്നിട്ട് നമുക്ക് ഒന്നാമത്തെ കാര്യം മഴ കാരണം പല റൈഡുകളും ഇവർ കാര്യമായിട്ട് ഓടുന്നില്ല. അപ്പം ചില സേഫായിട്ടുള്ള റൈഡുകൾ, മഴ കൊള്ളാത്ത റൈഡുകളിലോട്ടൊക്കെ ആൾക്കാർ തിരിയുന്നതുകൊണ്ട് എല്ലാം ഫുള്ളായി. ഇപ്പം നമുക്ക് കേബിൾ കാറെ കയറുവാണെങ്കിൽ തന്നെ അതിനകത്തും വിഷൻ കിട്ടില്ല. അതിന് മേളിൽ നിന്ന് നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഒരു ക്യാബിനെ കയറി കേബിളെ കൂടി ഇങ്ങനെ പോകാമെന്നല്ലാതെ നമുക്ക് താഴത്തെ ഒരു വിഷനും കിട്ടില്ല. ട്രെയിനിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. സ്റ്റേഷൻ്റെ അതിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതെ, ട്രെയിൻ സ്റ്റേഷനാണ്. സെൻറ്റോസ ടിക്കറ്റിംഗ്. ഒത്തിരി സംഭവങ്ങൾ ഇവിടെ വന്ന് ഞാൻ കാണാനുണ്ട്. മഴ വന്നതുകൊണ്ട് മാത്രം നമുക്കിപ്പം കാര്യമായിട്ട് എങ്ങോട്ടും കയറാൻ പറ്റില്ല. വന്നിറങ്ങിയ സ്റ്റേഷനായത്. നമ്മളിപ്പോൾ ഇനി തിരികെ ഇതുവഴി പോവുക. Minutes away from Sentosa's many exciting island offerings. This train is bound for Beach Station. Next stop, Imbia Station. നമ്മൾ ഇന്ത്യ സ്റ്റേഷനിൽ ഇറങ്ങി. മോണോ റെയിലിൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ നിന്ന് ഇന്ത്യ സ്റ്റേഷനിൽ വന്നിറങ്ങി. ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങി കാണാം.